അതായത് മെറ്റ ആഡ്സിൽ എൻഡ് ടു എൻഡ് ക്യാമ്പയിൻ റൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ പറ്റും. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. അതായത് ഇപ്പോൾ എൻ്റെ ഒരു കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് ഒരു പ്രൊഡക്റ്റ് എക്സ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ക്ലൗഡും മെറ്റ ആഡ്സും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും യൂസിങ് കണക്റ്റേഴ്സ്. അതുപോലെ തന്നെ ക്ലൗഡും ഹിക്സ് ഫീൽഡും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം പ്രോംപ്റ്റ് ചെയ്യാണ് ഹിക്സ് ഫീൽഡിൽ എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തു ക്ലൗഡിൽ. അപ്പോൾ ഹിക്സ് ഫീൽഡ് കണക്ടർ വെച്ചിട്ട് എൻ്റെ ഈ പ്രൊഡക്റ്റ് വെച്ചിട്ട് 10 വിന്നിങ് പോസ്റ്റേഴ്സ് ഫോർ മെറ്റ ആഡ്സിന് വേണ്ടിയുള്ളത് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഹിക്സ് ഫീൽഡ് അത് ക്രിയേറ്റ് ചെയ്യുന്നു. ആ 10 പോസ്റ്റേഴ്സ് വെച്ചിട്ട് ഞാൻ 10 ആഡ് ക്രിയേറ്റ് ചെയ്യാണ് ഇൻ മെറ്റ ആഡ്സ്. അതും മെറ്റ ആഡ്സ് മാനേജറിലേക്ക് പോകുന്നില്ല, എല്ലാം ക്ലൗഡിലാണ് ഞാൻ പ്രോംപ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ പറയാണ് ദെൻ ആഫ്റ്റർ ദാറ്റ് എവ്രി വീക്ക് ഗിവ് മീ റിപ്പോർട്ട് ആൻഡ് എവ്രി വീക്ക് വിച്ച് എവർ ആഡ് ഈസ് നോട്ട് പെർഫോമിങ് ദാറ്റ് ഷുഡ് ബി എലിമിനേറ്റഡ് ആൻഡ് വിച്ച് എവർ ആഡ് ഈസ് പെർഫോമിങ് വെൽ അതിന് കൂടുതൽ എമൗണ്ട് അലോക്കേറ്റ് ചെയ്യണം. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നടക്കും എൻ്റെ ഒരു ഇൻ്റർവെൻഷൻ ഇല്ലാതെ. മെറ്റ റൂൾസ് സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ക്ലൗഡിൽ നമുക്ക് റൂൾസ് സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് എൻഡ് ഓഫ് ദ മന്ത് എൻ്റെ പോക്കറ്റിലേക്ക് ഇത്ര റവന്യൂ വരുവാണ് വിത്തൗട്ട് എൻ്റെ ഇൻ്റർവെൻഷൻ. എല്ലാം നമുക്ക് റൂൾസ് ആയിട്ട് സെറ്റ് ചെയ്ത് ക്ലൗഡിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു എൻഡ് ടു എൻഡ് ക്യാമ്പയിൻ നമുക്ക് മെറ്റ ആഡ്സ് മാനേജറിലേക്കോ ഹിക്സ് ഫീൽഡ് ഉള്ളിലേക്കോ പോകാതെ തന്നെ യൂസിങ് ഓൺലി പ്രോംസ് വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ.